Question paper revision, chapter 11, thermal properties of matter, part 2. 2017 improvement exam, 3 marks question ആണ്. The change in temperature of a substance when a given quantity of heat is absorbed or rejected by it is characterized by heat capacity. അപ്പോൾ എന്താണ് heat capacity എന്ന് പറഞ്ഞു. ഇനി question നോക്കുക. Define specific heat capacity, molar specific heat capacity at constant pressure and molar specific heat capacity at constant volume. അപ്പോൾ ആദ്യത്തെ ഏതാണ് specific heat capacity? അതെന്താ നോക്കാം. Specific heat capacity is the heat required to rise the temperature of unit mass of substance through 1 Kelvin. യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു കെൽവിൻ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. രണ്ടാമത്തെ യോജിക്കുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഇറ്റ് ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ത്രൂ 1 കെൽവിൻ. ഒരു മോൾ ഓഫ് ഗ്യാസിനെ കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു കെൽവിൻ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ്. മൂന്നാമത്തെ ഏതാണ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതെന്താണ്? ഇറ്റ് ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ കോൺസ്റ്റന്റ് വോളിയം ആണ് ത്രൂ 1 കെൽവിൻ. Give the reason for using water as a coolant in automobile radiators. Automobile radiators വാട്ടർ കൂളന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. കാരണം എന്താണ്? കാരണം ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. അടുത്തത് അറ്റ് വാട്ട് ടെമ്പറേച്ചർ വാട്ടർ ഹാസ് മിനിമം വോളിയം. മിനിമം വോളിയം എത്ര ഡിഗ്രി സെന്റിഗ്രേഡിലാണ്? മാക്സിമം ഡെൻസിറ്റി വരുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മാക്സിമം ഡെൻസിറ്റി 4 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അപ്പോൾ വോളിയം എത്ര ഡിഗ്രി തന്നെയാണ്? മിനിമം വോളിയം വരുന്നത് 4 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. 2017 മാർച്ച് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. The graph below exhibits the anomalous expansion of water. Based on graph, explain how lakes freeze from top to bottom rather than from bottom to top. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫിന്റെ ബേസിൽ നമുക്ക് ലേക്സ് സാധാരണ ഫ്രീസ് ചെയ്യാൻ മുകളിൽ നിന്ന് താഴത്തേക്കാണ്, താഴെ നിന്ന് മുകളിലേക്കല്ല. കാരണം എഴുതാൻ വേണ്ടിയിട്ടാണ്. നോക്കുക, വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി ആർ 4 ഡിഗ്രി സെന്റിഗ്രേഡ്. മാക്സിമം ഡെൻസിറ്റി വാട്ടറിന് വരുന്നത് 4 ഡിഗ്രി സെന്റിഗ്രേഡിനാണ്. ലേക്സ് ആൻഡ് പോൺസ് ഫ്രീസ് അറ്റ് ടോപ്പ് ഫസ്റ്റ്. ലേക്സും പോൺസും ടോപ്പിലാണ് ആദ്യം ഫ്രീസ് ചെയ്യുക. ആസ് ദ ലേക്ക് കൂൾസ് ടുവേർഡ്സ് 4 ഡിഗ്രി സെന്റിഗ്രേഡ്, 4 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് ലേക്ക് കൂൾ ആവുന്ന സമയത്ത് വാട്ടർ ബിക്കം ഡെൻസർ, വാട്ടറിന്റെ ഡെൻസിറ്റി കൂടും. ആൻഡ് സിങ്സ്, അത് മുങ്ങുന്നു. ഹവർ, എന്നിരുന്നാലും when cold water on the top reaches below 4 degree centigrade, ആ മുകളിലുള്ള വാട്ടറിന് ബിലോ 4 ഡിഗ്രി സെന്റിഗ്രേഡ് ടെമ്പറേച്ചർ ആയാൽ ഇറ്റ് ബിക്കം ലെസ് ഡെൻസ് ആൻഡ് റിമെയിൻസ് അറ്റ് ദ സർഫസ് ആൻഡ് ഫ്രീസസ്. അപ്പോൾ 4 ഡിഗ്രിയിലും താഴെ ആയി കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും, മുകളിൽ തന്നെ നിൽക്കും, അത് ഫ്രീസ് ചെയ്യുന്നുണ്ട്. സോ അക്വാറ്റിക് അനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ്. വെള്ളത്തിലുള്ള ജീവികളൊക്കെ അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു. Triple point of water is 0.01 degree centigrade. Express this temperature in Kelvin scale. അപ്പോൾ ഡിഗ്രി സെന്റിഗ്രേഡിനെ കെൽവിൻ സ്കെയിലേക്ക് മാറ്റണം. അവ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? C/100 is equal to K minus 273/100 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 2 100 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? K is equal to 273 plus C എന്ന് കിട്ടി. അപ്പോൾ 273 plus 0.01 is equal to 273.01 Kelvin. How does a sea breeze occur? Explain. Sea breeze എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സീ ബ്രീസ് എന്ന് പറഞ്ഞാല് കൺവെക്ഷൻ കറണ്ട് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് ഡേ ടൈം ദ എയർ ഇൻ കോണ്ടാക്ട് വിത്ത് ദ വാം ഗ്രൗണ്ട് ഹീസ് ഹീറ്റഡ്. ഡേ ടൈമില് പിന്നെ ഗ്രൗണ്ടുമായിട്ട്, അതായത് കരയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുകളിലുള്ള എയർ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എക്സ്പാൻഡ്സ് ആൻഡ് ബിക്കം ലൈറ്റർ. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്യും, ലൈറ്റർ ആവും. കൂളർ എയർ ഫിൽസ് ദി സ്പേസ്. ഈ സ്ഥലത്തേക്ക് തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട്. ദിസ് ഈസ് സീ ബ്രീസ്. അതിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയുന്നത്. അടുത്തത് 2016 മാർച്ച് 2 മാർക്സിന്. എ ഹോൾ ഈസ് ഡ്രിൽഡ് ഇൻ എ കോപ്പർ ഷീറ്റ്. ഒരു കോപ്പർ ഷീറ്റിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് ദി ഹോൾ ഈസ് 4.24 സെന്റിമീറ്റർ. ഡയമീറ്റർ തന്നിട്ടുണ്ട് at 27 degree centigrade. What is the change in diameter of the hole when it is heated
ടു 227 ഡിഗ്രി സെന്റിഗ്രേഡ്. അപ്പൊ 227 ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡയമീറ്ററിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫോർമുല, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന്റെ ഫോർമുല നമുക്കറിയാം. ആൽഫ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പൊ ഇതിൽ നിന്ന് ഡെൽറ്റ എൽ ആണ് നമുക്ക് കാണേണ്ടത്. ആൽഫ എൽ ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ ടി. ആൽഫ എല്ലിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 1.7 ഇൻറ്റു 10⁻⁵. അത് എഴുതി. എൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ലെങ്ത് ആണ്. അത് എത്രയാണ്? 4.24 ആണ്. 4.24 സെന്റിമീറ്റർ ആയതുകൊണ്ട് 10⁻². മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 227 മൈനസ് 27. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1441.6 ഇൻറ്റു 10⁻⁷ മീറ്റർ ആണ്. അടുത്തത്, ദ ബിലോ ഗ്രാഫ് റെപ്രസെന്റ്സ് ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ് ഫോർ വാട്ടർ അറ്റ് 1 atmospheric pressure. മാച്ച് ദ ഫോളോയിങ് യൂസിങ് ഗ്രാഫ്. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ ആ ഗ്രാഫിൽ രണ്ട് പോർഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് ബി സി എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ പോർഷൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യും. പിന്നെ ഒന്ന് ഡി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിൽ ഈ രണ്ട് കോളംസ് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. ബി സി എന്ന് പറഞ്ഞാൽ മെൽറ്റിംഗ് ആണ്. അപ്പോ ഇവിടെ സോളിഡ് ആണ്, ഇത് ലിക്വിഡ് ആണ്. അപ്പൊ ഈ പോർഷനിലാണ് മെൽറ്റിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ അതെന്തായിട്ടാണ് മാറുന്നത്? പാർഷ്യലി സോളിഡ് ആൻഡ് ലിക്വിഡ്. അപ്പൊ ഈ ഭാഗം പാർഷ്യൽ ആയിട്ട് സോളിഡും പാർഷ്യൽ ആയിട്ട് എന്തായിട്ട് ലിക്വിഡും ആയിരിക്കും. ഇവിടെ എ ബി എന്ന് പറയുന്നത് സോളിഡ് ആണ്, സി ഡി എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. അപ്പൊ ബി സി എന്ന് പറയുന്ന പോർഷൻ പാർഷ്യലി സോളിഡ് ആൻഡ് ലിക്വിഡ് ആണ്. ഇനി അടുത്ത് നോക്കുക, ഡി എന്ന് പറയുന്നത് ഇത് ലിക്വിഡ് ആണ്. അതുപോലെ തന്നെ ഈ പോർഷൻ എന്ന് പറയുന്നത് വേപ്പർ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരുന്നുണ്ട്? വേപ്പറൈസേഷൻ ആണ് ഇവിടെ വരുന്നത്. ഡി എന്ന് പറയുന്നത് വേപ്പറൈസേഷനിൽ എന്താ പറയുന്നത്? പാർഷ്യലി ലിക്വിഡ് ആൻഡ് വേപ്പർ ആണ് വരുന്നത്. അടുത്തത്, ദ സ്ലോപ്സ് ഓഫ് എ ബി ആൻഡ് സി ഡി ആർ ഡിഫറെന്റ് വൈ. ഇവിടെ എ ബിയുടെയും സി ഡിയുടെയും സ്ലോപ്സ് ഡിഫറെന്റ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ സ്ലോപ്പ് ഈ രീതിയിലാണ് വരുന്നത്. ഇവിടെ സ്ലോപ്പ് ഒന്നുകൂടി ചെരിവ് കൂടുതൽ ഇതായിട്ടാണ്. അപ്പൊ രണ്ടിന്റെയും സ്ലോപ്പ് വ്യത്യാസമുണ്ട്. എന്താ കാരണം എന്നുള്ളതാണ്. എ ബി റെപ്രസെന്റ് സോളിഡ്, എ ബി സോളിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സി ഡി റെപ്രസെന്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് ഹാവ് ഡിഫറെന്റ് സ്പെസിഫിക് കപ്പാസിറ്റീസ്. രണ്ടിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് സ്ലോപ്പിൽ എന്ത് വരുന്നത്? വ്യത്യാസം വരുന്നത്. അടുത്തത്, എ സ്റ്റീൽ ബീം ഓഫ് ലെങ്ത് 5 മീറ്റർ ഈസ് കെപ്റ്റ് അറ്റ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെന്റിഗ്രേഡ്. അപ്പൊ ഒരു സ്റ്റീൽ ബീം, അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 5 മീറ്റർ, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഓൺ എ ഹോട്ട് ഡേ ദ ടെമ്പറേച്ചർ റൈസസ് ടു 40 ഡിഗ്രി സെന്റിഗ്രേഡ്. ടെമ്പറേച്ചർ എത്രയായി മാറി? 40 ഡിഗ്രി സെന്റിഗ്രേഡ് ആയി മാറി. What is the change in its length due to thermal expansion? ആ ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്? എന്ത് തന്നിട്ടുണ്ട്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആൽഫ എല്ലിന്റെ ഫോർമുല എഴുതാം. ആൽഫ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൽഫ എല്ലിന്റെ വാല്യൂ എത്രയാണ്? 1.82 ഇൻറ്റു 10⁻⁵. ഡെൽറ്റ എൽ ബൈ എല്ലിന്റെ വാല്യൂ എവിടെയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 5 മീറ്റർ ആണ്. ഇൻറ്റു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ്. എത്രയാണ്? 40 - 20. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ എല്ലിന്റെ വാല്യൂ കാണാൻ പറ്റും. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്? 120 ഇൻറ്റു 10⁻⁵ മീറ്റർ. 98 ഡിഗ്രി ഫാരൻഹീറ്റ് ഇസ് ഈക്വൽ ടു ഡാഷ് കെൽവിൻ. അപ്പൊ ഫാരൻഹീറ്റിനെ കെൽവിനിലേക്ക് മാറ്റണം. നമുക്ക് ആ ഇക്വേഷൻ അറിയാം. K - 273/100 ഇസ് ഈക്വൽ ടു F - 32/180. അപ്പൊ എഫിന് പകരം നമ്മൾ 98 കൊടുക്കുന്നു. നമ്മൾ ഇക്വേഷൻ ഈ രീതിയിലായിട്ട് മാറി. പിന്നെ സോൾവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിൽ നിന്ന് കെയുടെ വാല്യൂ നമുക്ക് കിട്ടും 66 ഇൻറ്റു 100/180 പ്ലസ് 273. അപ്പൊ 309.66 കെൽവിൻ ആണ്. നമുക്കിവിടെ ചോയ്സ് തന്നിട്ടുള്ള 309.7. അപ്പൊ അതാണ് ആൻസർ.